വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് LPPയുടെ ആ ഒരു ക്വസ്റ്റ്യൻ കാണാനായിട്ടാണ്. നിങ്ങൾക്കറിയാം 6 മാർക്ക് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഉറപ്പിക്കണമെങ്കിൽ അത് ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രം മതി. മക്കൾക്കറിയാം നമ്മുടെ LPP ചാപ്റ്റർ പറയുന്ന സമയത്ത് പ്ലസ് കുറേയധികം ചാപ്റ്റർ പഠിക്കാനുണ്ട്, കാൽക്കുലസ് ഉണ്ട്, എല്ലാം ഉണ്ടെങ്കിൽ പോലും ഇത്രയും അധികം വെയിറ്റേജിന് ഇത്രയും മാർക്കോട് കൂടി ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എവിടെയാണ്? LPPയിലാണ്. നമുക്ക് അടിപൊളിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ചാപ്റ്ററാണ് LPP എന്ന് പറയുന്നത്. അപ്പോൾ മക്കളെല്ലാവരും എന്ത് ചെയ്യുക, വീഡിയോ ത്രൂ ഔട്ട് കാണണം. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. എല്ലാവരും എന്ത് ചെയ്യുക, ഉഷാറായിട്ട് പഠിക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? സോൾവ് ദ ഫോളോയിങ് പ്രോബ്ലം ഗ്രാഫിക്കലി മാക്സിമൈസ് സെറ്റ് ഇസ് ഈക്വൽ ടു 200x പ്ലസ് 500y സബ്ജക്റ്റ് ടു എന്താണ്, കുറച്ച് ഇൻഇക്വാലിറ്റീസ് ഉണ്ടല്ലേ. നമുക്കത് പറയുന്ന സമയത്ത് ഇവിടെ പറയുന്നുണ്ട് എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് മാക്സിമൈസ് ആയിരിക്കും അല്ലെങ്കിൽ മിനിമൈസ് ആയിരിക്കും, ചിലപ്പോൾ മിനിമൈസ് ആൻഡ് മാക്സിമൈസ് ആയിരിക്കും. എന്താണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ തൽക്കാലം എന്ത് ചെയ്യേണ്ട, ഈ ഫംഗ്ഷനെ കുറിച്ച് ചിന്തിക്കേണ്ടത് എന്താണ്? നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആണ്. അതായത് നമുക്ക് മാക്സിമൈസ് ചെയ്യേണ്ട അല്ലെങ്കിൽ മിനിമൈസ് ചെയ്യേണ്ട ഫംഗ്ഷൻ എന്താ വിളിക്കുക? ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് വിളിക്കും അല്ലേ. ബാക്കി 3 ഇൻഇക്വാലിറ്റിയിലേക്ക് നോക്കുക. ഒന്നാമത്തെ ഇൻഇക്വാലിറ്റി x പ്ലസ് 2y ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 10 ആണ്. രണ്ടാമത്തെ ഇൻഇക്വാലിറ്റി 3x പ്ലസ് 4y ലെസ് ദാൻ 24 ആണ്. ഇതേപോലെ മൂന്നാമതും നാലാമതായിട്ട് 2 ഇൻഇക്വാലിറ്റീസ് ഉണ്ട്. എക്സും വൈയും എന്താണ്, 0നേക്കാൾ കൂടുതലാണെന്ന് കാണിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആരും കൺസിഡർ ചെയ്യില്ല, നമ്മൾ ഇയാളെ കൺസിഡർ ചെയ്യില്ല. എന്തുകൊണ്ടാണ് കൺസിഡർ ചെയ്യാത്തത്? നമുക്കറിയാം എക്സിന്റെ വാല്യൂയും വൈയുടെ വാല്യൂയും 0നേക്കാൾ കൂടുതൽ എന്ന് പറയുന്ന സമയത്ത് അത് മറ്റൊന്നും ഉദ്ദേശിക്കുന്നില്ല അവർ. അതിന്റെ മീനിങ് എന്താണ്? നമ്മുടെ സൊല്യൂഷൻ ലൈ ചെയ്യുന്നത്, നമ്മുടെ സൊല്യൂഷൻ ഉള്ളത് ഫസ്റ്റ് ക്വാർട്ടറിലാണ്. എക്സും വൈയും 0നേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ പോസിറ്റീവ് എന്ന് പറയുമ്പോൾ എന്താ മക്കൾ ഉദ്ദേശിക്കുക? XY പോസിറ്റീവ് ആവുന്നത് ഫസ്റ്റ് ക്വാർട്ടറിലാണ്. അപ്പോൾ നമ്മുടെ സൊല്യൂഷനിലായി ചെയ്യുന്നത് ഫസ്റ്റ് ക്വാർട്ടറിലാണ് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈ 2 ഇൻഇക്വാലിറ്റി തരുന്നത്. ഓക്കെ, അതാരും കൺഫ്യൂസ് ആവരുത്, അവരെടുക്കേണ്ട ആവശ്യമില്ല. ബാക്കി 2 പേര് മാത്രം എടുത്താൽ മതി. മക്കൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് തന്നിരിക്കുന്ന 2 ഇൻഇക്വാലിറ്റി എഴുതി വെക്കുക. ആരൊക്കെയാണ് ഉള്ളത്? ഒന്ന് x പ്ലസ് 2y ഗ്രേറ്റർ ഈക്വൽ ടു 10ഉം പിന്നെ 3x പ്ലസ് 4y ലെസ് ദാൻ ഈക്വൽ ടു 24. നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ചെയ്ത് വെച്ചു. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ 2ന്റെയും ഇൻഇക്വാലിറ്റി സിമ്പിൾ മാറ്റിയിട്ട് എന്ത് ചെയ്യണം? ഈക്വൽ ടു കൊടുക്കണം അല്ലേ. അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുമല്ലോ. ഇൻഇക്വാലിറ്റി മാറ്റി വെച്ച് എന്ത് ചെയ്യാണ്? ഈക്വൽ ടു കൊടുക്കുകയാണ്. അപ്പോൾ എന്ത് വരൂടാ? x പ്ലസ് 2y ഈക്വൽ ടു 10 വരും. ഇവിടെയാണെങ്കിൽ 3x പ്ലസ് 4y ഈക്വൽ ടു 24 ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിത് ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യണം. നമുക്ക് എന്തായാലും LPPയിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാന്ന് പറയുന്ന സമയത്ത് ഗ്രാഫിക്കലാണ് എല്ലാം ചെയ്യാറ്. അപ്പം നമുക്ക് ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം? പോയിന്റ്സ് വേണം അല്ലേ. ഇപ്പോൾ x പ്ലസ് 2y 10 എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷൻ നമുക്ക് ഗ്രാഫിൽ കാണിക്കണമെങ്കിൽ 2 പോയിന്റ്സ് എങ്കിലും മിനിമം വേണം. മിനിമം 2 പോയിന്റ്സ് അത്യാവശ്യമാണ്. 2 പോയിന്റ്സ് ഉണ്ടെങ്കിലും മാത്രം ഗ്രാഫിൽ കാണിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ആ പോയിന്റ്സിന് വേണ്ടി മിസ് എന്ത് ചെയ്യാണ്? XY എന്ന് പറഞ്ഞെടുത്തു, XY എന്ന് എടുത്തു അല്ലേ. നമുക്ക് X കോർഡിനേറ്റും വേണം, അതേസമയം Y കോർഡിനേറ്റും വേണം. മിസ് എന്ത് ചെയ്യാണ്? ഈ ഒരു ഇക്വേഷനിൽ എക്സിന് എന്ത് കൊടുക്കാം? ആദ്യം നമുക്ക് 0 കൊടുക്കാം. x 0 വന്ന സമയത്ത് കറസ്പോണ്ടിങ് ആയിട്ട് y എന്താ വരുന്നത് നോക്കുക. ഈ ഒരു ഇക്വേഷനിൽ x 0 കൊടുത്തു കഴിഞ്ഞാൽ 0 പ്ലസ് 2y = 10 വരും. 2y 10 ആണെങ്കിൽ y എത്ര മക്കളെ വരിക? 10/2 ആണ്, 5 വരും അല്ലേ. 10/2 5 അല്ലേ. അതേപോലെ ഒരു പോയിന്റ് കൂടെ എടുക്കാനും നമുക്ക് രണ്ടാമത്തെ പോയിന്റ് ലഭിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? yക്ക് 0 കൊടുക്കാം. y 0 ആണെങ്കിൽ x പ്ലസ് 2 × 0 = 10 വരും. അതായത് x = എന്താ വരിക? 10 വരും. ഓക്കെ, 2 പോയിന്റായി മക്കളെ. 0 5 എന്ന് പറയുന്നൊരു പോയിന്റായി, 10 0 എന്ന് പറയുന്ന മറ്റൊരു പോയിന്റായി. ഓക്കെ, അപ്പോൾ നമുക്ക് അതേപോലെ എന്ത് ചെയ്യണം? 3x പ്ലസ് 4y = 24 വേണം. 2 പോയിന്റ് വേണം അല്ലേ. ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്? എക്സിന് ആദ്യം 0 കൊടുക്കുകയാണ്. അപ്പോൾ എന്ത് വരും? 3 × 0 പ്ലസ് 4y = 24 വരും. നമുക്ക് y അല്ലേ വേണ്ടത്? x 0 ആണെങ്കിൽ y എന്ത് വരുന്നല്ല അറിയേണ്ടത്? 4y 24 ആണെങ്കിൽ y = 24/4 = 6 വരും. അതേപോലെ നമ്മൾ എന്ത് കൊടുക്കുക? yക്ക് 0 കൊടുക്കുക. y 0 ആണെങ്കിൽ 3x = 24 വരും. x = 24/3 = 8 വരും. ഓക്കെ, ഇപ്പോൾ 0 6 എന്ന് പറഞ്ഞ പോയിന്റ് കിട്ടി, 8 0 പറഞ്ഞ പോയിന്റ് കിട്ടി. ഇപ്പോൾ 2 ഇക്വേഷൻസും ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യാനായിട്ടുള്ള പോയിന്റ്സ് കിട്ടിയാലോ. അപ്പോൾ തന്നെ മക്കൾ എന്ത് ചെയ്യുക? ഗ്രാഫ് വരയ്ക്കാം. ഗ്രാഫ് എല്ലാവർക്കും വരയ്ക്കാൻ അറിയുന്ന സംഭവമാണ്. അതായത് x ആക്സിസ് വേണം നമുക്ക്, അതേപോലെ തന്നെ നമുക്ക് എന്ത് വേണം? y ആക്സിസ് വേണം. ഇത് മാത്രം മതിയോ? ഗ്രാഫിൽ നമുക്ക് എന്ത് വേണം? വാല്യൂസ് വേണം. അതായത് ഇവരൊക്കെ ഗ്രാഫിൽ കാണിക്കണ്ടേ? ഏതൊക്കെ വാല്യൂസ് കാണിക്കാനുണ്ട്? 5 ഉണ്ട്, 10 ഉണ്ട്, 6 ഉണ്ട്, 8 ഉണ്ട്. അപ്പോൾ മിസ് എന്ത് ചെയ്യുക? മാർക്ക് ചെയ്യുന്ന സമയത്ത് 1 2 3 4 5 6 7 8 വരെ മാർക്ക് ചെയ്തു. ഇവിടെ അതേപോലെ തന്നെ 1 2 3 4 5 6 7 8 9 10 വരെ മാർക്ക് ചെയ്തു. ഓക്കെ അല്ലേ. ഇനി പോയിന്റ്സ് മാർക്ക് ചെയ്തിട്ട് പോയിന്റ്സ് ഒക്കെ മാർക്ക് ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. അതായത് ഒന്നാമത്തെ പോയിന്റ് 0 5 എന്ന് പറയുന്ന പോയിന്റ് ആണ്. 0 5 എന്ന് പറയുമ്പോൾ x 0 ആണ്, y 5 ആണ്. അപ്പോൾ പോയിന്റ് എവിടെ വരിക? ഇതാണ് 0 5 എന്ന് പറഞ്ഞ പോയിന്റ്. മിസ് മാർക്ക് ചെയ്തു. ഇതേപോലെ അടുത്ത പോയിന്റ് എന്താ? 10 0 ആണ്, x 10ഉം y 0 പറയുമ്പോൾ അത് x ആക്സിസിലെ പോയിന്റ് ആണ്. ഈ പോയിന്റ് ആണ്. മക്കൾ എന്ത് ചെയ്യുക? ആ ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ 2 കൂടെ എന്ത് ചെയ്യുക? നീട്ടി അങ്ങ് വരച്ച് വെക്കുക.
ഓക്കെ, ഗ്രാഫ് വരയ്ക്കാൻ സമയത്ത് 2 പോയിന്റ്സ് കിട്ടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, രണ്ടും കൂടെ ജോയിൻ ചെയ്ത് വരയ്ക്കാന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ് അല്ലേ. അപ്പോൾ തന്നെ എന്ത് ചെയ്യാം മക്കൾ, ആ പേര് കൊടുക്കുക. ആ ഒരു ഇക്വേഷൻ്റെ പേര് x+2y = 10 എന്നാണ്. അത് കഴിഞ്ഞല്ലോ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യണം, അടുത്ത ആളെയും കൂടി പ്ലോട്ട് ചെയ്യണം അല്ലേ. പോയിന്റ് ഏതൊക്കെയാണ്, 0, 6 എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. അതേപോലെ തന്നെ മറ്റൊരു പോയിന്റ് ആരാണ്, 0, 6 അല്ലാതെ അടുത്ത പോയിന്റ് എന്താ മക്കളെ, 80 ആണ്. 80 അത് മിസ് എന്ത് ചെയ്തു, ഇതേപോലെ മറ്റൊരു കളർ കൊണ്ട് മിസ് എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാം. മറ്റൊരു കളർ ഏതെങ്കിലും കളർ മക്കൾ എന്ത് ചെയ്യുക, ഗ്രാഫ് പ്ലോട്ട് ചെയ്യാം. 0, 6 80. ഓക്കെ, 2 പോയിന്റ് മിസ് എന്ത് ചെയ്തു, ഇതേപോലെ കാണിച്ചു. ഓക്കെ അല്ലേടാ, ഇത്രയേ ഉള്ളൂ അല്ലേ കാര്യം. ഇനി നമുക്ക് അടുത്ത കാര്യം പറയുന്നത് നമ്മുടെ 2 ഇക്വേഷൻസിൻ്റെയും സൊല്യൂഷൻ എവിടെയാണ് വരുന്നത് നോക്കണം അല്ലേ. അതിനുവേണ്ടി നമുക്ക് ഏത് പോയിന്റ് കൊടുക്കാം, ഇന്ന പോയിന്റ് കൊടുക്കണം യാതൊരു നിർബന്ധവും ഇല്ല. അതിന് മുന്നേ നമ്മളിപ്പോൾ വരച്ചിരിക്കുന്ന ആളുടെ പേര് കൊടുക്കേണ്ടത് നമ്മൾ മറന്നുപോയില്ലേ. അത് ആ ലൈൻ്റെ ഇക്വേഷൻ മക്കൾ പേര് കൊടുക്കുക. ഇക്വേഷൻ്റെ പേരെന്ന് പറയുന്നത് ആരാണ്, 3x + 4y = 24 ആണ്. അപ്പം തന്നെ പേരെഴുതാൻ പഠിക്കുക, അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കും, മറന്നു പോകും കേട്ടോ, ഏതാണെന്ന് മനസ്സിലാവില്ല പിന്നെ. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നത് ഏത് പോയിന്റ് ആണെങ്കിലും മക്കൾ ഈ ഇക്വേഷനിൽ കൊടുക്കുന്ന സമയത്ത്, അതായത് ഈ ഇൻഇക്വാലിറ്റി കൊടുക്കുന്ന സമയത്ത് ആ ഇൻഇക്വാലിറ്റിയിൽ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണോ ഫോൾസ് ആണോ വരുന്ന നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് 0, 0 എന്ന് പറയുന്ന പോയിന്റ് അപ്ലൈ ചെയ്യാന്നുള്ളതാണ് ഏറ്റവും എളുപ്പം. ഇപ്പോൾ നമുക്കറിയാം 0, 0 എന്ന് പറയുന്ന പോയിന്റ് ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുകയാണ്, ഈ ഒരു ഇൻഇക്വാലിറ്റിയിൽ 0, 0 എന്ന് പറയുന്ന പോയിന്റ് കൊടുക്കുകയാണ്. അതായത് ആ ഒരു ഇൻഇക്വാലിറ്റിയിൽ എക്സിനും വൈക്കും എന്ത് കൊടുക്കുകയാണ്, 0, 0 കൊടുക്കുകയാണ്. അപ്പോൾ 0 + 2 × 0 > 10 വരും. അതായത് 0 എന്ന് പറയുന്നത് 10നേക്കാൾ കൂടുതലാണെന്ന് പറയുകയാണ്. 0 ആണോ 10 ആണോ വലുത്, 10 ആണ് വലുത്. അപ്പോൾ തന്നെ മക്കൾക്ക് മനസ്സിലാക്കാം ഇത് എന്ത് സ്റ്റേറ്റ്മെൻറ്റ് ആണ്, അത് ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആണ്, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആണെങ്കിൽ x+2y = 10 എന്ന് പറയുന്നത് ഇവിടെയല്ലേ ലൈൻ വരുന്നത്, ആ ലൈൻ്റെ സൊല്യൂഷൻ 0, 0 ഉൾപ്പെടാത്ത പോർഷനാണ് വരിക. തെറ്റായത് കൊണ്ട് മാത്രം സ്റ്റേറ്റ്മെൻറ്റ്, ഫോൾസ് ആയതുകൊണ്ട് മാത്രം 0, 0 ഉൾപ്പെടാത്ത പോർഷൻ. അതായത് ഇതിൻ്റെ താഴോട്ടേക്ക് വരില്ല, പകരം എന്താണ് ഇതിൻ്റെ മേലോട്ടേക്കുള്ള പോർഷൻ മാത്രമേ വരുള്ളൂ. മക്കൾക്ക് എന്ത് ചെയ്യാം, അത് മാത്രം ഷെയ്ഡ് ചെയ്ത് മിസ് കാണിച്ചു തരാം. ഓക്കെ, ഇത് മാത്രം മതി. ഓക്കെ, അത് കഴിഞ്ഞല്ലോടാ, ആ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞു അല്ലേ, ആ ഒരു ഭാഗം കഴിഞ്ഞു. നമുക്ക് ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യണം, അടുത്ത ആൾ 3x + 4y = 24 എന്ന് പറയുന്ന ഈ ഒരു ഇൻഇക്വാലിറ്റി ഇല്ലേ മക്കളെ, ഈ ഒരു ഇൻഇക്വാലിറ്റി അവിടെ നമുക്ക് എന്ത് കൊടുക്കണം, 0, 0 കൊടുക്കണം. 0, 0 അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, എക്സിനും വൈക്ക് 0 കൊടുക്കുകയാണെങ്കിൽ എന്ത് വരും, 3 × 0 + 4 × y അല്ലെ. 4 × 0 പറയുമ്പോൾ > 24 ആണ്. 0 > 24 വരും. അത് ട്രൂ ആണ് ഫോൾസ് ആണോ, 24 ആണ് 0നേക്കാൾ വലുത് നിങ്ങൾക്ക് അറിയാം അല്ലേ. അപ്പോൾ എന്ത് സ്റ്റേറ്റ്മെൻറ്റ് ആണ്, ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് ആണ്. അപ്പോൾ എന്താ പറയുക, 3x + 4y = 24 എന്ന് പറയുന്ന ഈ ലൈനിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് 0, 0 ഉൾപ്പെടുന്ന പോർഷനാണ് വരിക. 0, 0 ഉൾപ്പെടുന്ന പോർഷൻ എന്ന് പറയുമ്പം ഇതിന് താഴോട്ടുള്ള പോർഷൻ അല്ലേ സൊല്യൂഷൻ വരിക അല്ലേ, താഴോട്ടുള്ള പോർഷൻ. അപ്പം നിങ്ങൾ വിചാരിക്കും നമ്മൾ മൊത്തം കഴിഞ്ഞു എന്ന് വിചാരിക്കും അല്ലേ, ഇത്ര മാത്രം മതി. പക്ഷേ നമ്മുടെ സൊല്യൂഷൻ ഉള്ളത് എവിടെയാണ്, ഫസ്റ്റ് ക്വാഡ്രന്റിലാണ്. ബാക്കി ക്വാഡ്രന്റിലെ സൊല്യൂഷൻ നമുക്ക് ആവശ്യമില്ല. ഫസ്റ്റ് ക്വാഡ്രന്റിൽ തന്നെ ഈ 2 ഇൻഇക്വാലിറ്റിയും കൂടെ സാറ്റിസ്ഫൈ ചെയ്യുന്ന സൊല്യൂഷൻ മാത്രം നമുക്ക് മതി. രണ്ടും കൂടി സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ രണ്ടിൻ്റെയും സൊല്യൂഷൻ മിസ് വരച്ചു, ഒന്ന് ഗ്രീനിലാണ്, ഒന്ന് എന്താണ് ബ്ലൂവിലാണ്. അപ്പോൾ രണ്ടും കൂടെ കോമൺ ആയിട്ട് വരുന്ന ഏതെങ്കിലും റീജിയൻ ഉണ്ടോ ഫസ്റ്റ് ക്വാഡ്രന്റിൽ, കാണാൻ പറ്റുന്നില്ല നിങ്ങൾക്ക്. ഏത് റീജിയൻ ആടാ, മിസ് ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ റീജിയൻ മാത്രമേ എന്തായിട്ട് വരുന്നുള്ളൂ, കോമൺ ആയിട്ട് വരുന്നുള്ളൂ. മക്കൾ എന്ത് ചെയ്യുക, അവരെ മാത്രം എന്ത് ചെയ്താൽ മതി, ഷെയ്ഡ് ചെയ്യുക. ബാക്കി ആരെയും നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് മനസ്സിലാക്കുക. ഓക്കെ, മിസ് ഒന്നുകൂടി കാണിച്ചു തരാം. അതായത് എന്ത് ചെയ്യുക, ഈ പോർഷൻ മാത്രം മക്കൾ എന്ത് ചെയ്യാതാൽ മതി, ഷെയ്ഡ് ചെയ്താൽ മതി. ബാക്കി ആരും നമുക്ക് ആവശ്യമുണ്ടോ, ആരെയും ആവശ്യമില്ല. ബാക്കിയൊക്കെ എന്ത് ചെയ്യാം, റബ്ബ് ചെയ്ത് കളയാം. അതൊക്കെ ഓക്കെ. അപ്പം നമുക്ക് എന്ത് കിട്ടി, ഈ മിസ് റെഡിൽ കാണിച്ചിരിക്കുന്ന ചെറിയ പോർഷൻ മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളത്. ആ പോർഷൻ നമുക്ക് മനസ്സിലായി, അതെന്താണ്, ബൗണ്ടഡ് റീജിയൻ ആണ്. ബിക്കോസ് സൊല്യൂഷൻ ഉള്ളത് എന്താണ്, ഒരു 3 വരകൾക്കുള്ളിലാണ്, ഒതുങ്ങി നിൽക്കുന്ന സൊല്യൂഷനാണ് അല്ലേ, എവിടെയും പോവാതെ ഒതുങ്ങി നിൽക്കുന്ന സൊല്യൂഷനാണ്, ബൗണ്ടഡ് റീജിയൻ ആണ്. അപ്പം തന്നെ മക്കൾ എഴുതുക, ആ ഒരു ബൗണ്ടഡ് റീജിയൻ്റെ ചുറ്റുമുള്ള പോയിന്റ്സ് ഏതൊക്കെയാണോ, അതായത് കോണ പോയിന്റ്സ് ഏതൊക്കെയാണോ അതൊക്കെ മാർക്ക് ചെയ്യുക. അതായത് 3 കോണ പോയിന്റ്സേ ഉള്ളൂ, ഇത് 1, 2, ഇത് 3ാമത്തെ കോണ പോയിന്റ്. ഇതിൽ ഈ പോയിന്റ് നമുക്കറിയാം. അതായത് ഈ പോയിന്റ് 0, 5 ആണെന്നും ഈ പോയിന്റ് 0, 6 ആണെന്നും നമുക്കറിയാം. ഈ ഒരു പോയിന്റ് അതായത് മിസ് പേര് കൊടുക്കുകയാണെങ്കിൽ ഇത് എ, ഇത് ബി, ഇത് സി ആണെങ്കിൽ സി എന്ന് പറഞ്ഞ പോയിന്റ് മാത്രമേ നമുക്ക് എന്താ അറിയാത്തതുള്ളൂ, സി മാത്രമേ നമുക്ക് അറിയാത്തതുള്ളൂ. അപ്പോൾ മക്കൾ നോക്കുക, സി എന്ന് പറയുന്ന പോയിന്റ് കണ്ടുപിടിക്കാനായിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ കാണിച്ചിരിക്കുന്ന 2 ലൈൻസിലെ ആ 2 ലൈൻസിൻ്റെയും ഇക്വേഷൻസ് മക്കൾ സോൾവ് ചെയ്താൽ മതി. ബിക്കോസ് ആ 2 ലൈൻസുകൾ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന പോയിന്റ് ആണ് സി എന്ന് പറയുന്നത്. അപ്പോൾ x+2y = 10 അതേപോലെ 3x + 4y = 24 മക്കൾ എന്ത് ചെയ്താൽ മതി, ഒന്ന് സോൾവ് ചെയ്താൽ മതി. ഈ 2 ഇക്വേഷൻസ് സോൾവ് ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് ടാസ്കേ അല്ല, നിങ്ങളെല്ലാവരും ചെയ്ത് പഠിച്ച കാര്യമാണ്. മക്കൾ ഇങ്ങോട്ടേക്ക് നോക്കുക. അതായത് നമുക്കിത് വേണമെങ്കിൽ ഇവിടുന്ന് എക്സും വൈയും കണ്ടുപിടിക്കണം അല്ലേ, പോയിന്റ് വേണമെങ്കിൽ എക്സും വൈയും വേണം. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് എന്താണ് മക്കൾ, ഇവിടെ നമുക്ക് ഒന്നും എന്ത് ചെയ്യില്ല, ക്യാൻസൽ ആയിട്ട് പോവില്ല. സബ്ട്രാക്ട് ചെയ്താലും
അഡിഷൻ ചെയ്താലും ഒന്നും എന്ത് ചെയ്യില്ല, ക്യാൻസൽ ആയിട്ട് പോകില്ല. പക്ഷേ ഏറ്റവും എളുപ്പം എന്താണ്, നമ്മൾ ഈ x+2y എന്ന് പറയുന്ന x+2y = 10 എന്ന് പറയുന്ന ആളെന്തിയാണ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? ഓക്കെ, അപ്പോൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? x × 2 പറയുമ്പോൾ 2x ആണ്, 2y × 2 പറയുമ്പോൾ 4y ആണ്, 10 × 2 പറയുമ്പോൾ എന്താണ് 20 ആണ്. നമ്മൾ തൊട്ട് മുന്നിലുള്ള ആ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, ഏതാണ് 3x + 4y = 24 എന്ന് പറഞ്ഞ ഇക്വേഷനിൽ യാതൊരു മാറ്റവും ഇല്ല. ഈ രണ്ട് ഇക്വേഷൻ എടുത്ത് മക്കൾ എന്ത് ചെയ്താൽ മതി, ഇനി പുതിയൊരു ഇക്വേഷനും ഇതൊന്നും വെച്ചിട്ട് എന്ത് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ എന്ത് സംഭവിക്കും? 3x - 2x എന്ന് പറയുന്നത് x ആണ്, 4y - 4y 0 ആണ്, 24 - 23 ആണ്, 4 ആണ്. അതായത് x = നമുക്ക് എന്ത് കിട്ടി? 4 കിട്ടി. x 4 ആണെങ്കിൽ മക്കൾ ഓടിപ്പോയിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു ഇക്വേഷനിൽ എക്സിൻ്റെ വാല്യൂ കൊടുക്കുക. അപ്പോൾ എന്ത് വരും? 4 + 2y = 10 വരും. 2y = 10 - 4 = 6 വരും. 2y 6 ആണെങ്കിൽ y എത്രയാണ് വരിക? 3 ആണ് വരിക, അല്ലെ? 6/2 = 3 ആണ് വരിക. അപ്പോൾ x 4 ആണെന്നും y 3 ആണെന്നും കിട്ടി. അതായത് സി എന്ന് പറയുന്ന പോയിന്റ് 4 3 ആണ് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി ഒന്നും ചെയ്യാനില്ല. ഈ കിട്ടിയ കോർണർ പോയിന്റ്സ് ഇല്ലേ മക്കളെ, ABC എന്ന് പറഞ്ഞിട്ട് കോർണർ പോയിന്റ്സ് കിട്ടിയില്ലേ, ആ കോർണർ പോയിന്റ്സ് ഒന്ന് മാർക്ക് ചെയ്തേ. ഒന്ന് 0.5 ആണ്, ഒന്ന് 0.6 ആണ്, പിന്നെ എന്താ ഉള്ളത്? സി എന്ന് പറയുന്ന പോയിന്റ് 4 3 ആണ്. ഈ 3 പോയിന്റും നിങ്ങളുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആയിട്ടുള്ള ഏത് പോയിന്റ്? ഈ 3 പോയിന്റ്സ് അല്ലേ, ഈ 3 കോർണർ പോയിന്റ്സും z = 200x + 500y കൊടുക്കുക. z = 200x + 500y മക്കൾ എന്ത് കൊടുത്താൽ മതി? ഈ പോയിന്റ് കൊടുക്കുക, ആൻസർ എഴുതുക. ഓരോ പോയിന്റും 0.5 എന്ന് പറഞ്ഞ പോയിന്റ് അവിടെയുള്ള എക്സിനും വൈക്കും കൊടുത്താൽ മതി. എക്സിന് 0, വൈക്ക് 5. z = 200 × 0 + 500 × 5 വരും. The answer will be 1000 അല്ല 2000 എന്താ മക്കളെ? 2500 വരും അല്ലേ? ഓക്കെ, അതേപോലെ നെക്സ്റ്റ് പോയിന്റ് 0.6 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? z = 200 × 0 + 500 × 6 വരും. The answer will be 5 × 6 എത്രയാണ്? 30 ആണ്. 3000 നമുക്ക് എന്ത് വരും? ആൻസർ വരും. അടുത്തത് 4 3 കൊടുക്കുകയാണെങ്കിൽ എക്സിന് 4 ആണ്, വൈക്ക് 3 ആണ്. 200 × 4 + 500 × 3 വരും. It is equal to 800 + 1500. The answer will be 2300 എന്ന് വരും. നമുക്ക് വേണ്ട എന്താണ്? മാക്സിമം ആണോ മിനിമം ആണോ? നമുക്ക് മാക്സിമൈസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, മാക്സിമം വാല്യൂ ആണ് വേണ്ടത്. അപ്പം തന്നെ പിടിച്ചോ. ഹിയർ ദ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 3000 ആണ്. ആൻഡ് ദ മാക്സിമം വാല്യൂ ഒക്കേഴ്സ് അറ്റ് ദ പോയിന്റ് ഏതാണ്? 0.6 ഓക്കെ, മാക്സിമം വാല്യൂ എത്രയാണ്? 3000 ആണ്. ഇതൊക്കെ പറയുന്ന പോയിന്റ് ഇതാണ്, 0.6 ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ എന്ത് വരിക? ആൻസർ വരിക. അപ്പോൾ ഇത്രയും വലിയ ക്വസ്റ്റ്യൻ തന്നെയാണ്, പക്ഷേ മക്കൾ ഒരു പ്രാവശ്യം ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. ഏത് ക്വസ്റ്റ്യൻ വന്നാലും മക്കൾ ഫോളോ ചെയ്യേണ്ട രീതികളും സ്റ്റെപ്സുകളും ഇത് മാത്രമാണ്, വേറൊന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ, ഈ ഒരു 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ മക്കൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഷുവറായിട്ടും എന്ത് ചെയ്യും, ഇതുപോലുള്ള ഏത് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇതുപോലെ ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം, എക്സാം എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലെ കൂടുതൽ വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം. മക്കൾ ആരും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കാണിക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും കാണാം. സോ താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. ബൈ.